ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 10th ഫിസിക്സ് ചാപ്റ്റർ 1 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസൊക്കെ പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ വേവ്സ്. ലൈറ്റ് റിഫ്ലക്ട്സ്, ക്യാൻ സൗണ്ട് ആൾസോ റിഫ്ലക്റ്റ് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ലൈറ്റ് അറിയാം, ലൈറ്റ് ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും റിഫ്ലക്റ്റ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഡു സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് വെൻ ദേ ഹിറ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യുമോ? ഒരു എക്സ്പെരിമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 PVC പൈപ്പ് എയും ബിയും 1 മീറ്റർ ലെങ്ത്തിലുള്ളതാണ്. ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്. ഒരു അലാറം ക്ലോക്ക് എവിടെ വെച്ചിട്ടുണ്ട്? എയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ് ദ പൈപ്പ് ബി അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് ലിസൺ ടു ദ ടിക്കിംഗ് സൗണ്ട് ഫ്രം ദ ക്ലോക്ക്. അപ്പോൾ ബി ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലാറം ക്ലോക്ക് എന്ന് വരുന്ന ടിക്കിംഗ് സൗണ്ട് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ടിക്കിംഗ് സൗണ്ട് ബീയിങ് ഹേർഡ് ഫ്രം ദ ക്ലോക്ക് ത്രൂ ദ പൈപ്പ് ബി? നമുക്ക് പൈപ്പ് ബിയിൽ കൂടെ കേൾക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ നമ്മൾ എയുടെ അടുത്താണല്ലേ എന്ത് വെച്ചിട്ടുള്ളത്? അലാറം ക്ലോക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ സൗണ്ട് എയിൽ കൂടെ പോയിട്ട് നമ്മുടെ അവിടെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അവിടെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഏതിലേക്ക് വരികയാണ്? ബിയിലേക്ക് വരികയാണ്. അതാണ് നമുക്ക് ബിയിലൂടെ കേൾക്കാൻ കാരണം. അപ്പോൾ സൗണ്ട് വേവ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ, the sound is heard through the pipe B because sound waves reflected after striking the glass plate. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. Repeat the experiment using rough surface instead of glass plate. ഗ്ലാസ് പ്ലേറ്റ് റഫ് അല്ല. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് റഫ് സർഫസ് വെച്ചിട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഡോണ്ട് യു ഫീൽ എ ഡിക്രീസ് ഇൻ ദ ലൗഡ്നെസ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സൗണ്ട്? റഫ് സർഫസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഡിക്രീസ് സൗണ്ട്. ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന ശബ്ദത്തിൽ കേൾവിക്ക് എന്താണ് ചെറിയൊരു എന്താ പറയുക സൗണ്ട് കുറവ് തോന്നും. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്മൂത്ത് സർഫേസ് റിഫ്ലക്റ്റ് സൗണ്ട് മോർ ഇഫക്റ്റീവ്ലി ദെൻ റഫ് സർഫേസ്. അപ്പോൾ സ്മൂത്ത് സർഫസ് ആണ് കൂടുതൽ നല്ല ഉച്ചത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഏതിനേക്കാൾ കൂടുതൽ? റഫ് സർഫസിനേക്കാൾ കൂടുതൽ. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഏതിലൊക്കെയാണ്? സൗണ്ട് ബോർഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഫിഗർ നോക്കുക, 1.18 എ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ സൗണ്ട് വേവ് ഇവിടെ തട്ടിയിട്ട് ഇവിടെയുള്ള ഓഡിയൻസ്, ഇതൊക്കെ ഓഡിയൻസ് ആണ് കേട്ടോ അടിയിലുള്ളത് ബ്ലാക്ക് കളർ, അവിടേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും? കേൾക്കും എന്നാണ് പറയുന്നത്. അടുത്തത് കേർവ്ഡ് സീലിങ്സ് ഇൻ ഹാൾസിൽ കേർവ്ഡ് സീലിങ്സ് ഉണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് എന്ത് ചെയ്യും? ആ സീലിങ്സിൽ തട്ടിയിട്ട് ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഇപ്പം നമ്മൾ പഠിച്ചത് റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട് എന്താണെന്ന്. അപ്പോൾ അതിൽ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്താണ്? സ്മൂത്ത് സർഫസിനായിരിക്കും കൂടുതൽ ലൗഡിൽ നമുക്ക് കേൾക്കാൻ പറ്റുക, റഫ് സർഫസിനേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ബി പൈപ്പിൽ കൂടെ കേട്ടതിൻ്റെ റീസൺ എന്താണ്? എയിലൂടെ പോയിട്ട് അവിടെ ചെന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ബിയിലൂടെ കേട്ടു, അതാണ് ഉണ്ടായത് കേട്ടോ. അടുത്തത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് പറയുന്നത്. The figure shows how sound from a source reaches the listener in a closed hall. Does sound from a source always travel directly through the listener? ലിസണറിൽ കൂടിയാണോ ട്രാവൽ ചെയ്യുക? റിഫ്ലക്റ്റ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. ദിസ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഒന്നുമില്ല, സിമ്പിളായിട്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്താണെന്ന് പഠിച്ചാൽ മതി. നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ട് അഗെയിൻ ഒന്നും കൂടിയും റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ആർ ദർ ഇൻസ്റ്റൻസസ് വെൻ റിഫ്ലക്റ്റഡ് സൗണ്ട്സ് ആർ ഹേർഡ് ഡിസ്റ്റിങ്ക്ട്ലി? അതിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. എക്കോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എക്കോ നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ നിന്നിട്ട് എന്തെങ്കിലും സംസാരിച്ച് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ സൗണ്ട് ഇങ്ങോട്ട് തന്നെ കേൾക്കുന്നത് കാണാം. അതെന്ത് ചെയ്യാണ്? അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യാണ്. ഹാവ് യു എവർ ഹേർഡ് ദ എക്സ്പീരിയൻസ് ഓഫ് മേക്കിംഗ് എ ലൗഡ് സൗണ്ട് അറ്റ് ദ എക്കോ പോയിന്റ് ആൻഡ് ഹിയറിംഗ് ദ സെയിം സൗണ്ട് അഗെയിൻ ആഫ്റ്റർ എ വൈൽ?
while speaking loudly in a closed and empty large hall and calling or clapping loudly at a distance from a great mountain is impossible to hear the same sound again. ആഫ്റ്റർ എ വൈൽ ദിസ് ഈസ് പോസിബിൾ ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ് എക്കോ. എന്തുകൊണ്ടാണ് നമുക്ക് ആ സൗണ്ട് കേൾക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം തന്നെ, എക്കോ എന്നുള്ള ഫിനോമിനാണ് കേട്ടോ. എക്കോ ഈസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്. ഞാൻ പറഞ്ഞത് തന്നെ, എക്കോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞ സൗണ്ട് നമുക്ക് തന്നെ തിരിച്ചു കേൾക്കാം. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ, റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് എക്കോയുടെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചേക്കാം. വൈ ഡോണ്ട് വി ഹിയർ എക്കോ ഇൻസൈഡ് എ സ്മോൾ റൂം? പക്ഷെ നമുക്ക് എക്കോ ഞാൻ പറഞ്ഞു, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള വലിയ സ്പേസിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മൗണ്ടെയിൻസിൻ്റെ മേലൊക്കെ പോകുമ്പോൾ നമുക്ക് എക്കോ കേൾക്കും. പക്ഷേ ഒരു സ്മോൾ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കേൾക്കില്ല? എക്കോ കേൾക്കില്ല. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ലിസണർ to reflecting surface if the first round is to be heard distinctly after a reflection? നമുക്ക് ഈ ഒരു റിഫ്ലക്ഷന് ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുള്ളൂ? എക്കോ കേൾക്കാൻ പറ്റുള്ളൂ. ദ ഓഡിറ്ററി എക്സ്പീരിയൻസ് produced by a sound persist for about 1/10 of a second. This characteristics is known as പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. എന്താണ്? നമ്മൾ കേൾക്കുന്ന ശബ്ദം എത്ര ഇതിൽ നിൽക്കണം? 1/10 ഫോർ എ സെക്കൻഡ്. സോ അത്രയും സെക്കൻഡ് നമുക്ക് വേണം. ആ ഒരു പ്രോസസ്സിനെയാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഇഫ് അനദർ സൗണ്ട് ഫാൾസ് ഓൺ ദ ഇയർ ഡ്യൂറിങ് ദിസ് ടൈം ഇറ്റ് ഈസ് ഫെൽറ്റ് ആസ് ഇഫ് ദേ ആർ ഹേർഡ് ടുഗദർ. അപ്പോൾ നമുക്ക് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ എക്കോ ഡിസ്റ്റിങ്ക്ട്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ഫസ്റ്റ് സൗണ്ട് എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ എക്കോ ഡിസ്റ്റിങ്ക്ട്ലി. നമ്മൾക്ക് ഫസ്റ്റ് സൗണ്ട് കേട്ടതിന് ശേഷം എത്ര ഇത് കഴിഞ്ഞിട്ടാണ് എക്കോ കേൾക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 0.1 സെക്കൻഡ് കേട്ടോ. അതായത് 1/10 അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 1/10 എന്ന് പറഞ്ഞാൽ എന്താ? 0.1 സെക്കൻഡ്. ഹൗ ഫാർ ഡസ് ദ സൗണ്ട് ട്രാവൽ ഡ്യൂറിങ് ദിസ് ടൈം? അപ്പോൾ ആ സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞിട്ടുള്ളത്, ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓർക്കുന്നുണ്ടോ? ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. സ്പീഡ് ഈക്വൽ ടു, സ്പീഡാണ് കേട്ടോ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിൽ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഡി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ്. അതാണ് ഇവിടെ ഡി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം കിട്ടിയത്. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അവർ എത്രയാണ്? 350 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 1/10 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 0.1 എഴുതാം, അല്ലെങ്കിൽ 1/10 എഴുതാം. ഈക്വൽ ടു നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് പോയി 35 മീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് 35 മീറ്റർ എന്ന് കിട്ടി. സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണല്ലേ. ഇന്നലെ പഠിച്ച ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും ഓരോ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് എല്ലാ പ്രോബ്ലം കൂടി വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഓർമ്മിച്ച് വയ്ക്കുക. ഓരോ പാഠം എടുക്കുമ്പോഴും അതിലേതൊക്കെ ഇക്വേഷൻ പഠിച്ചു എന്ന് സെപ്പറേറ്റ് ഒരു ബുക്കിൽ സൈഡിൽ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി വേറെയും ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിലും വേറെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഫോർ ദ എക്കോ ടു ബി ഹേർഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 17.5 മീറ്റർ എവേ. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 35 മീറ്റർ. എത്ര വേണം നമുക്ക് എക്കോ കേൾക്കണമെന്നുണ്ടെങ്കിൽ? അറ്റ്ലീസ്റ്റ് 17.5 മീറ്റർ എങ്കിലും വേണം. ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് മോർ ദാൻ 17.5 മീറ്റർ ദ സെയിം സൗണ്ട് ക്യാൻ ബി ഹേർഡ് ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് അഗെയിൻ. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ സെയിം സൗണ്ട് എന്ത് ചെയ്യും? കേൾക്കും. ഓക്കെ, ദ echo of the firecracker is heard after 1 second by the person who burst it. How far is the reflecting surface from the person hearing the echo? Speed of the sound is in air is 350 meter per second. അപ്പം അവർ പറയാണ് ദ എക്കോ ഓഫ് ദ ഫയർ ക്രേക്കർ ഈസ് ഹേർഡ് ആഫ്റ്റർ 1 സെക്കൻഡ്. എപ്പോഴാണ് കേട്ടത്? 1 സെക്കൻഡിന് ശേഷം. ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്
ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ. എത്ര ദൂരത്തിലാണ് ആ പേഴ്സൺ റിഫ്ലക്റ്റിംഗ് സർഫസ് നിൽക്കുന്നത് ആ പേഴ്സണേക്കാൾ കൂടുതൽ. അപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കാണേണ്ടത് ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, ഇന്നലെ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഡി അല്ല. ലെറ്റ് ഡി ബി ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ്, ദെൻ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൗണ്ട് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ബാക്ക് വിൽ ബി 2D. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഇവിടെ തട്ടി, അപ്പോൾ അത് ഡി. പക്ഷെ ആ സൗണ്ട് ഇവിടെ തന്നെ തിരിച്ചു വരുമ്പോഴല്ലേ നമുക്ക് എക്കോ കേട്ടത്. സോ ഡി പ്ലസ് ഡി, അപ്പോൾ 2D ആയില്ലേ, 2D കേട്ടോ, 2D ആയിട്ടോ. അതാണ് അവിടെ 2D വരാൻ കാരണം. ഇനി എന്താണ് 2D എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ V = 2D/T. നമുക്കിതിനെ ഡീനെ ഒറ്റയ്ക്ക് നിർത്താം അല്ലേ. ഡീനെ ഒറ്റയ്ക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വി ഉണ്ട്. വീട് നമ്മളെ ഡി ഒറ്റയ്ക്ക് ആവണമെങ്കിൽ ആ 2/T ഇപ്പുറത്തേക്ക് പോരണം. അവിടെ × 2 ആണ്. അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, ഡിവൈഡഡ് ബൈ ആവും. ഡിവൈഡഡ് T മേലെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ × T ആവും. അപ്പോൾ V × T/2 ആയി. V എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്, T എന്താണ് അതും നമുക്ക് തന്നിട്ടുണ്ട്, 1 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. /2 ചെയ്യുക, 175 മീറ്റർ ആണ് അതിൻ്റെ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ഇൻ ദ എക്കോ ഇൻ വാട്ടർ. വാട്ടറിൻ്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ് ഓഫ് ദ വാട്ടർ അവർ തന്നിട്ടുണ്ട് അല്ലേ. സെയിം എക്കോ ആയതുകൊണ്ട് V = 2D/T. ശ്രദ്ധിക്കുക, എക്കോയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ V = എന്താണ് 2D വരാൻ കാരണം, സൗണ്ട് പോയിട്ട് തിരിച്ചിട്ട് വരണം അല്ലേ. അതിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, V തന്നിട്ടുണ്ട്, D കണ്ടുപിടിക്കണം. നമുക്ക് D ഒറ്റയ്ക്ക് നിർത്താം. D ഒറ്റയ്ക്ക് നിർത്തണമെങ്കിൽ V × T/2 വരും. V എന്ന് പറയുന്നത് എത്രയാണ്, സ്പീഡാണല്ലേ, 1480 ആണ്. 1480 × T എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിരിക്കും. സോറി, ഒരു മിനിറ്റ്. V = 2D/T. V = 2D/T ആണ് വരുന്നത്. V = 2D/T ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2D എടുക്കാം. 2D = VT വരും. 2D = VT വരും. അപ്പം നമുക്ക് V എന്ന് പറയുന്നത് എത്രയാണ്, 1480 വരും. T എന്ന് പറയുന്നത് എത്ര വരും, 1/10 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1/10 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ 148 വരും. 148 2D വരും. D ആണെന്നുണ്ടെങ്കിൽ /2 ചെയ്താൽ പോരെ. D = 1/4 / 2 74 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ ആ പ്രോബ്ലം കേട്ടോ. താങ്ക് യു.